കഴിഞ്ഞ ദിവസം നടന്ന ടൈപ്പിസ്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ആദ്യത്തെ ചോദ്യം റിപ്പോർട്ടഡ് സ്പീച്ചുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ നമുക്ക് ഷീ ആസ്ക്ഡ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. ഷീ ആസ്ക്ഡ് മീ ഡാഷ്. അപ്പോൾ നമുക്കറിയാം ആസ്ക്ഡ് വരുന്നതുകൊണ്ട് അതൊരു ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസുകൾ ആയിരിക്കും റിപ്പോർട്ട് ചെയ്യാൻ തന്നിരിക്കുന്നത്. നമുക്കറിയാം ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസുകൾ റിപ്പോർട്ട് ചെയ്യാൻ പറയുമ്പോൾ എന്ത് ചെയ്യും? തന്നിരിക്കുന്ന സെൻറ്റൻസിൽ ഒന്ന് ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡ് എഴുതണം. ഇനി ക്വസ്റ്റ്യൻ വേർഡ് ഇല്ലാത്ത സെൻറ്റൻസുകളാണെങ്കിൽ ഇഫ് അല്ലെങ്കിൽ വെദർ ഉപയോഗിക്കണം. ഇനി ഇപ്പോൾ രണ്ട് ടൈപ്പ് സെൻറ്റൻസുകളാണ് ഇൻ്ററോഗേറ്റീവായിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ വേർഡ് ഉള്ള സെൻറ്റൻസുകളും വരും, ക്വസ്റ്റ്യൻ വേർഡ് ഇല്ലാത്ത ഓക്സിലറി തുടങ്ങുന്ന സെൻറ്റൻസുകളും വരും. ഇപ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് ഉള്ള സെൻറ്റൻസ് ആണെങ്കിൽ ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിക്കുക. ക്വസ്റ്റ്യൻ വേർഡ് ഇല്ലാത്ത സെൻറ്റൻസ് ആണെങ്കിൽ ഇഫ് അല്ലെങ്കിൽ വെദർ ഉപയോഗിച്ചിരിക്കണം. രണ്ടാമത്തത് സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വേണം ഓക്സിലറി വെർബ് മാറ്റാൻ. സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഓക്സിലറിയുടെ പാസ്റ്റ് എഴുതിയിരിക്കണം. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ വേർഡിൽ വരുന്ന ഓപ്ഷൻസ് ഒന്നും ഇല്ല. അപ്പോൾ നമുക്കറിയാം ഇതൊരു എന്ത് ടൈപ്പ് ആയിരിക്കും? ഓക്സിലറി വെർബിൽ തുടങ്ങുന്ന സെൻറ്റൻസ് ആയിരിക്കും. അപ്പോൾ ഓക്സിലറി തുടങ്ങുന്ന സെൻറ്റൻസ് ആയതുകൊണ്ട് ഇഫ് അല്ലെങ്കിൽ വെദർ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. ഇഫ് വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ഏത് ഓപ്ഷനാണ്? എ ഓപ്ഷൻ. അതുകൊണ്ട് നമുക്ക് ഉത്തരം ഏത് വരുന്നു? എ ഉത്തരമായിട്ട് വരുന്നു. രണ്ടാമത്തെ ചോദ്യം ബൈ ദ ടൈം വി റീച്ച്ഡ് ഹോം ദ തീഫ് ഡാഷ് ദ സ്പോട്ട്. അപ്പോൾ ടെൻസുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. സെൻറ്റൻസിൻ്റെ ഒരു ഭാഗം V2 ആണെങ്കിൽ അതിനോടൊപ്പം ചേരുന്നത് ഹാഡ് പ്ലസ് V3 ആയിരിക്കും. ഇപ്പോൾ സെൻറ്റൻസിൻ്റെ ഒരു ഭാഗം V2 ആണെങ്കിൽ അതിനോടൊപ്പം ഏത് ചേരും? ഹാഡ് പ്ലസ് V3. അതായത് പാസ്റ്റ് പെർഫെക്റ്റുമായി ബന്ധപ്പെട്ട റൂളാണ്. ഫസ്റ്റ് ആക്ഷൻ പാസ്റ്റ് പെർഫെക്റ്റും സെക്കൻഡ് ആക്ഷൻ സിമ്പിൾ പാസ്റ്റും ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ റീച്ച്ഡ് എന്ന് പറയുന്നത് V2 ആണ്, ഹാഡ് പ്ലസ് V3 ആണ് ഉത്തരമായിട്ട് വരുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ഹാഡ് ലെഫ്റ്റ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നു. ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് മൂന്നാമത്തത്. രമേശ് ഈസ് ഡാഷ് MBA ഗ്രാജുവേറ്റ്. നമുക്കറിയാം ആർട്ടിക്കിൾ എ അല്ലെങ്കിൽ ആൻ എങ്ങനെ ഉപയോഗിക്കാം? ഒരു വാക്ക് ഉച്ചരിക്കുമ്പോൾ മലയാളത്തിലെ സ്വരാക്ഷരത്തിലാണ് തുടങ്ങുന്നതെങ്കിൽ അവയ്ക്ക് മുന്നിൽ ആൻ ചേർത്ത് പറയണം. ഒരു വാക്ക് ഉച്ചരിക്കുമ്പോൾ മലയാളത്തിൽ സ്വരാക്ഷരം ആ മുതൽ അം വരെയുള്ള അക്ഷരത്തിൽ ഏതെങ്കിലും ഒരക്ഷരത്തിലാണ് അതിൻ്റെ ഉച്ചാരണം തുടങ്ങുന്നതെങ്കിൽ ആൻ ചേർത്ത് പറയുക. അങ്ങനെയല്ല എങ്കിൽ എ ചേർത്ത് പറയുക. അങ്ങനെയാണ് ഈ MBA എങ്ങനെ ഉച്ചരിക്കുന്നു? എ MBA എയിലാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് ആൻ MBA ആനാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ഫില്ലിംഗ് ദ ബ്ലാങ്ക്സുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യമാണ്. ഹിസ് എക്സ്പ്ലനേഷൻസ് വാസ് സോ കോംപ്ലിക്കേറ്റഡ് ദാറ്റ് only dash students responded to his questions in the interactive sections. നോക്കിയോടെ ഫ്യൂ ലിറ്റിലുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. നമുക്കറിയാം ഫ്യൂ, എ ഫ്യൂ, ദ ഫ്യൂ. ഫ്യൂവിൻ്റെ വകഭേദങ്ങളാണ്. ഫ്യൂ ഉണ്ട്, എ ഫ്യൂ ഉണ്ട്, ദ ഫ്യൂ ഉണ്ട്. ലിറ്റിലാണെങ്കിലാ ലിറ്റില്, എ ലിറ്റില്, ദ ലിറ്റില്. അപ്പോൾ ഫ്യൂ അല്ലെങ്കിൽ ലിറ്റിൽ എങ്ങനെ നമുക്ക് ഉത്തരമായി എഴുതാം അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഫ്യൂ എന്ന് പറയുന്നത് എപ്പോഴും കൗണ്ടബിൾ നൗണിനോടൊപ്പം ഉത്തരമായിട്ട് വരുന്നു. ഫ്യൂ എപ്പോഴും എന്തിനോടൊപ്പം വരുന്നു? കൗണ്ടബിൾ നൗണിനോടൊപ്പം. എന്നാൽ ലിറ്റിലാണെങ്കിലാ അൺകൗണ്ടബിൾ നൗൺ സബ്ജക്റ്റായിട്ട് വരുന്ന സെൻറ്റൻസിലേ ഉപയോഗിക്കാറുള്ളൂ. ഇനി ഫ്യൂ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നർത്ഥം നൽകുന്നു. എ ഫ്യൂ, എ ലിറ്റിൽ എന്നാൽ ഉണ്ട്, കുറച്ചുണ്ടെന്ന് അർത്ഥം നൽകുന്നു. ദ ഫ്യൂ, ദ ലിറ്റിൽ എന്ന് പറഞ്ഞാൽ ആ ഉള്ളത് എന്നർത്ഥം നൽകുന്നു. ഇവിടെ നമുക്ക് എങ്ങനെയാണ്? ഡാഷ് കഴിഞ്ഞിട്ട് സ്റ്റുഡൻസ് ആണ് കിടക്കുന്നത്. സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു കൗണ്ടബിൾ സബ്ജക്റ്റ് ആണ് അല്ലെങ്കിൽ നൗണാണ്. അതുകൊണ്ട് ഫ്യൂവിൻ്റെ വകഭേദം ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് ഓപ്ഷൻ എ ഫ്യൂയോട് ഉത്തരമായിട്ട് വരുന്നു. അടുത്തത് ഒരു സെൻറ്റൻസ് ഡിസോർഡറിൽ തന്നിരിക്കുന്നു, അത് ഓർഡറാക്കി എഴുതാനാണ്. അപ്പോൾ ഡിസോർഡറിൽ തന്നിരിക്കുന്ന സെൻറ്റൻസ് എങ്ങനെയാണ്? ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് മൂവി ഫസ്റ്റ് പാർട്ട്, ഐ ഹാവ് എവർ സീൻ സെക്കൻഡ് പാർട്ട്, ദിസ് ഈസ് വൺ ഓഫ് ഫസ്റ്റ് പാർട്ട്, തേർഡ് പാർട്ട്. അപ്പോൾ നമുക്കിതിൽ എങ്ങനെ എഴുതാം? സബ്ജക്റ്റ് ആദ്യം വരുന്ന രീതിയിൽ എഴുതുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ്? ദിസ് ഈസ് വൺ ഓഫ്, അതാണ് ഫസ്റ്റ് എഴുതേണ്ടത്. അപ്പോൾ സി ഓപ്ഷൻ, സി ഫസ്റ്റ് വരണം. അങ്ങനെ വരുന്ന ഏത് ഓപ്ഷനുണ്ട്? അങ്ങനെ അത് മാത്രം അറിയാമെങ്കിൽ നമുക്ക് ഉത്തരം എഴുതാം. ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ സി ഫസ്റ്റ് വരുന്നത്, സി ഓപ്ഷൻ. അപ്പോൾ ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് മൂവി ഐ ഹാവ് എവർ സീൻ. അപ്പോൾ സി ഓപ്ഷൻ കറക്റ്റ്, സി ഓപ്ഷൻ. അടുത്ത ചോദ്യം ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ഇഡിയോമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ദ പബ്ലിഷർ ടോൾഡ് മീ ദാറ്റ് മൈ മിസ്റ്റേക്ക് വുഡിൻ ബി പ്രോബ്ലം ഇൻ ദ ഫ്യൂച്ചർ. അപ്പോൾ പബ്ലിഷർ എന്നോട് പറഞ്ഞു, മലയാളം വായിച്ചു നോക്കിയിട്ട് മലയാളം ഒന്ന് പറഞ്ഞു നോക്കിയാൽ മതി. അപ്പോൾ എൻ്റെ മിസ്റ്റേക്സ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, അത്ര പ്രോബ്ലം ഇല്ല, ഫ്യൂച്ചറിൽ അത്ര പ്രോബ്ലം ഒന്നും ഉണ്ടായിരിക്കില്ല. ഐ തോട്ട് ഹി വാസ് വെരി കൈൻഡ്. ഞാൻ ചിന്തിച്ചു അങ്ങേര് വളരെ നന്നായിട്ട്
കൈൻഡായിട്ട് സംസാരിച്ചതായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചു. ഐ റിയലൈസ്ഡ് ബട്ട് ലേറ്റർ, പക്ഷെ പിന്നീടാണ് ഐ റിയലൈസ്ഡ് ദാറ്റ് ഹി വാസ് ഗിവിങ് മീ എ ലെഫ്റ്റ് ഹാൻഡഡ് കോംപ്ലിമെൻറ്റ്. ഈ ലെഫ്റ്റ് ഹാൻഡഡ് കോംപ്ലിമെൻറ്റിൻ്റെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അങ്ങേര് എനിക്കൊരു ലെഫ്റ്റ് ഹാൻഡ് കോംപ്ലിമെൻ്റാണ് തന്നതെന്ന്. പക്ഷേ ബട്ട് പിന്നീടാണ് മനസ്സിലായത്. അപ്പോൾ ഒരു നല്ല അഭിപ്രായമായിരിക്കുമോ? ഇല്ല, മോശം അഭിപ്രായം. അപ്പോൾ മോശം അഭിപ്രായം ഇപ്പോൾ അറിഞ്ഞുകൂടാത്തവർക്കാണെങ്കിൽ അങ്ങനെ നമുക്ക് അർത്ഥം കൊടുക്കാം. അപ്പോൾ നോക്കിയോ, പോസിറ്റീവ് ഫീഡ്ബാക്ക്, ഇൻസൾട്ടിങ് മാനർ, അപ്രൂവൽ എന്ത് ചെയ്യുന്നു, അതേപോലെ എൻകറേജ്മെൻറ്റ്. ഏതായിരിക്കും? ഇൻസൾട്ടിങ് മാനർ. അപ്പോൾ ഇൻസൾട്ടിങ് മാനർ ബി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം എന്ത് ചെയ്യും? എ സഡൻ കംപ്ലീറ്റ് ഫെയില്യൂർ എന്നതിൻ്റെ ഉചിതമായിട്ട് വരുന്ന വൺ വേഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ത് ചെയ്യുന്നൂടെ? ഓപ്ഷൻ എ ആണ്, ഡെബാക്കിളാണ് ഉത്തരമായിട്ട് വരുന്നത്. ഡെബാക്കിൾ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഉത്തരം ശരിയാണ്. അടുത്ത വരുന്ന ചോദ്യമാണ് ക്ലീഷേ എന്നതിൻ്റെ സിനോണിം ഏതെന്നാണ്. ക്ലീഷേ നമുക്കറിയാം, നമ്മൾ പറയാം ആവർത്തന വിരസത എന്നൊക്കെ പറയില്ലേ, കണ്ട് മടുത്ത കാര്യങ്ങളെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഏതാണ്ട് ഓപ്ഷൻ എ ആണ്, സ്റ്റീരിയോ ടൈപ്പാണ്. സ്റ്റീരിയോ ടൈപ്പ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഉത്തരം ശരിയാണ്. അടുത്ത ചോദ്യം എന്ത് ചെയ്യുന്നു? നെഗ്ലിജൻസ് ഫ്രം ദ പാരൻസ് കോസസ് ദ ചിൽഡ്രൻ ടു ലുക്ക് ഡാഷ് അഫെക്ഷൻ എൽസ്വെയർ. നോക്കട്ടെ, അവിടെ ലുക്ക് നമ്മൾ നോക്കിയോണേ, വീട്ടുകാരുടെ ശ്രദ്ധയില്ലായ്മ കുട്ടികൾ എന്ത് ചെയ്യുന്നു? മറ്റ് കാര്യങ്ങളിൽ അഫെക്ഷനിലേക്ക് പോകുന്നു. ലുക്ക് ഫോർ മീൻസ് സെർച്ച് ചെയ്യുക. അപ്പോൾ അവിടെ ഫ്രേസൽ വെർബുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യമായിരുന്നു. അപ്പോൾ ലുക്ക് ഫോർ ആണ് ഉത്തരം. 4 എഴുതിയിട്ടുണ്ടെങ്കിൽ ഉത്തരം ശരി, ഡി ആണ് ഉത്തരം. അടുത്തത് നമുക്ക് കവിതയുമായി ബന്ധപ്പെട്ട നമ്മളെ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് തന്നിരിക്കുന്നത്. മൈ ബ്ലഡ് ടേൺഡ് കോൾഡ് ലൈക്ക് ദ മൂൺ. അപ്പോൾ ഇത് എന്താണ്? ഈ സെൻറ്റൻസിൽ ഉപയോഗിച്ചിരിക്കുന്ന പൊയറ്റിക് ഡിവൈസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മെറ്റഫർ, സിമിലി, പെഴ്സോണിഫിക്കേഷൻ, ഓക്സിമോർ. നോക്കിയോടെ, മെറ്റഫർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈക്കോ അസ്സോ വെച്ചൊരു സെൻറ്റൻസിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പറയുന്ന പേര് സിമിലി. ലൈക്ക് അല്ലെങ്കിൽ അസ്സോ വെച്ചൊരു സെൻറ്റൻസ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പറയുന്ന പേര് സിമിലി. എന്നാൽ ലൈക്കോ അസ്സോ ഇല്ലാണ്ട് ഒരു സെൻറ്റൻസ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, രണ്ട് വസ്തുക്കളെ കമ്പയർ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെറ്റഫർ. ലൈക്ക് അല്ലെങ്കിൽ അസ് ഇല്ലാണ്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അത് മെറ്റഫർ. ലൈക്ക് അല്ലെങ്കിൽ അസ് വരുന്ന സെൻറ്റൻസുകൾക്ക് പറയുന്ന പേര് സിമിലി. ഇനി പെഴ്സോണിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ വേണ്ടേ? പെഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്ങിനുള്ള ക്വാളിറ്റി അതർ ബീയിങ്ങിന് നമ്മൾ ചാർത്തി കൊടുക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് പെഴ്സോണിഫിക്കേഷൻ. ഹ്യൂമൻ ബീയിങ്ങിന് നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റീസ് ഉണ്ടല്ലോ, ചിരിക്കുക, കരയുക എന്നൊക്കെ പറയുന്ന ഇത്തരം ക്വാളിറ്റീസ് അതർ ബീയിങ്സിന് ചാർത്തി കൊടുക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് പെഴ്സോണിഫിക്കേഷൻ. മറക്കരുത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മയിലിരിക്കണം. ഇവിടെ നോക്കണേ, ലൈക്ക് വരുന്നതുകൊണ്ട് സെൻറ്റൻസിൽ ഏതാണ് ഉപയോഗിച്ചിരിക്കുന്നത്? സിമിലിയാണ് ഉത്തരമായിട്ട് വരുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. പിക്ക് ഔട്ട് ദ സെൻറ്റൻസ് വിച്ച് ഈസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ്. ഗ്രാമർ ബേസിൽ കറക്റ്റ് ആയിട്ടുള്ള സെൻറ്റൻസ് ഏതെന്നാണ്? ബിറ്റ്വീൻ യു ആൻഡ് മീ എവറിത്തിങ് ഈസ് മിസ്റ്ററി. അടുത്തത് ബിറ്റ്വീൻ യു ആൻഡ് ഐ എവറിത്തിങ് ഈസ് മിസ്റ്ററി. അടുത്തത് ബിറ്റ്വീൻ ഐ ആൻഡ് യു എവറിത്തിങ് ഈസ് എ മിസ്റ്ററി. അടുത്തത് ബിറ്റ്വീൻ യു ആൻഡ് ഹി എവറിത്തിങ് ഈസ് മിസ്റ്ററി. അപ്പോൾ ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, ബിറ്റ്വീൻ യു ആൻഡ് മീ എവറിത്തിങ് ഈസ് മിസ്റ്ററി. അതാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്തത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഫ്രൈസൽ വെർബുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് തന്നിരിക്കുന്നത്. ലുക്ക് പാസ്റ്റ് ഇൻ ലൈഫ് ഐ സ്റ്റിൽ കാണ്ട് ഡാഷ് വാട്ട് വെൻറ്റ് റോങ്. അപ്പോൾ ഫിഗർ ഔട്ട് ചെയ്യുക. ഫിഗർ ഔട്ടാണ് ഓപ്ഷൻ. അത് നമുക്ക് ഉത്തരം വായിക്കുമ്പോഴേ കിട്ടുന്ന ചോദ്യമായിരുന്നു. ഫിഗർ ഔട്ടാണ് ഉത്തരമായിട്ട് വരുന്നത്. കറക്റ്റായിട്ടുള്ള വേർഡ് ചൂസ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് സ്പെല്ലിംഗ് വരുന്ന വേർഡ്സ് ചൂസ് ചെയ്യാനാണ്. ദേ പെർഫോംഡ് ദ ലാസ്റ്റ് ഡാഷ് വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്റ്റ് ബിഫോർ ദ ബോഡി വാസ് ക്രിമിനേറ്റഡ്. ഏതാണ്ട് റിസൈറ്റ്, RITES ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഐഡൻറ്റിഫൈ ദ സെൻറ്റൻസ് വിച്ച് ഈസ് ഇൻ പാസീവ് വോയിസ്. പാസീവ് വോയിസുമായിട്ട് ബന്ധപ്പെട്ട താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസ് ഏതെന്നാണ്. നമുക്കറിയാം, ഇപ്പോൾ പാസീവ് വോയിസ് വരികയാണെങ്കിൽ നിങ്ങൾ ഇത്ര കാര്യം ഓർത്തിരിക്കുക. ഈസ്, ആം, ആറ്, വാസ്, വേർ വരുന്ന സെൻറ്റൻസുകളിൽ ബീയിങ് വന്നിട്ടുണ്ടായിരിക്കണം. ഈസ്, ആം, ആർ, വാസ്, വേർ വരുന്ന സെൻറ്റൻസിൽ ബീയിങ് വന്നിട്ടുണ്ടായിരിക്കണം. ഹാസ്, ഹാവ്, ഹാഡ് വരുന്ന സെൻറ്റൻസുകളിൽ ബീൻ വന്നിട്ടുണ്ടായിരിക്കണം. അതുപോലെ അടുത്ത രണ്ടാമത് വില്ല് മുതൽ ഓട്ടിട്ട് വരെ വരുന്ന സെൻറ്റൻസുകളിൽ ബി വന്നിരിക്കണം. ഇനി ഇമ്പരേറ്റീവ് സെൻറ്റൻസുകളാണെങ്കിലോ
ലെറ്റിൽ തുടങ്ങുന്നതായിരിക്കണം പാസീവ്. ഇപ്പോൾ ഇമ്പരേറ്റീവ് സെൻസിൻ്റെ പാസീവ് വോയിസ് ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് V3 എന്ന ക്രമത്തിലായിരിക്കണം. നമുക്ക് നമ്മൾ ഹാസ് വന്നിരിക്കുന്നു, അവിടെ ബീൻ വന്നിട്ടില്ല, അതുകൊണ്ട് ആദ്യത്തെ ഓപ്ഷൻ വരില്ല. ഹാഡ് വന്നിരിക്കുന്നു, ബീൻ വന്നിട്ടില്ല, രണ്ടാമത്തെ ഓപ്ഷൻ വരില്ല. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ ലെറ്റ് വരുന്ന സെൻറ്റൻസ് ആണ്, അത് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് വന്നിട്ടുണ്ട്, ബി വന്നിട്ടുണ്ട്, V3 വന്നിട്ടുണ്ട്. മൂന്നാമത്തേൽ ഷാൾ വന്നിരിക്കുന്നു, ബി വരില്ല, അതുകൊണ്ട് ഉത്തരം ബി ആണ് കറക്റ്റ്. ഇമ്പരേറ്റീവ് സെൻസിൻ്റെ പാസീവാണ് ചോദിച്ചിരിക്കുന്നത്, ബി ഉത്തരം. അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. ഹി ചോസ് എ ബുക്ക്. ഇപ്പോൾ ചോസ് എന്ന് പറയുന്നത് V2 ആണ്. V2 വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഓക്സിലറി ഡിഡ് ആണ്. സെൻറ്റൻസ് ഡിഡ് വരുന്നു, പോസിറ്റീവ് മീനിങ്, ഇപ്പോൾ ഡിഡിൻ്റെ കിട്ടുന്നു, സബ്ജക്റ്റ് ഹി, ഡിഡിൻ്റെ ഹി ഉത്തരമായിട്ട് വരുന്നു. സി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. വുഡ് യു മൈൻഡ്, കുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ്. വുഡ് യു മൈൻഡ്, കുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ്, ഈ മൂന്ന് വാക്കുകൾ ഏത് കഴിഞ്ഞാൽ ഉത്തരം ഏതായിരിക്കണം? ING ആയിരിക്കും ഉത്തരമായിട്ട് വരുന്നത്. ഏത് ഉത്തരം വരണം? ING ഉത്തരമായിട്ട് വരണം. അപ്പോൾ നമുക്ക് ഏത് ഉത്തരം കിട്ടും? മൂവിങ് ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ. എയ്തർ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സുമായിട്ട് ബന്ധപ്പെട്ട് കോൺകോഡുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. എയ്തർ ദ കാസ്റ്റ് ഓർ ദ ഡയറക്ടേഴ്സ് ഡാഷ് റെസ്പോൺസിബിൾ. നമുക്ക് എയ്തർ ഓർ, നെയ്തർ നോർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ, ഓർ. എയ്തർ ഓർ, നെയ്തർ നോർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ, ഓർ. ഈ സാധനങ്ങൾ വെച്ചിട്ട് അല്ലെങ്കിൽ ഇത്തരം വാക്കുകൾ വെച്ചിട്ട് രണ്ട് സബ്ജക്റ്റിനെ ബന്ധിപ്പിച്ചാൽ രണ്ടാമത്തെ സബ്ജക്റ്റ് അനുസരിച്ച് ഉത്തരം എഴുതണം. രണ്ടാമത്തെ സബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ ഉത്തരം സിംഗുലാർ, രണ്ടാമത്തത് പ്ലൂറൽ ആണെങ്കിൽ ഉത്തരം പ്ലൂറൽ. ഇവിടെ നമുക്ക് വാസാണ് ഉത്തരമായിട്ട് വരുന്നത്, വേറെ പ്ലൂറലാണ്, 6 പ്ലൂറലാണ്, ഐ ആം വന്നാൽ മാത്രമേ വരാറുള്ളൂ. അതുകൊണ്ട് ഏ ഉത്തരം. അടുത്തത് ഡാഷ് ഓഫ് കീസ്, കളക്റ്റീവ് നോണുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്. കീയുടെ കളക്റ്റീവ് നോണ് ബഞ്ച് ഓഫ് കീസ് ആണ്, ബഞ്ചാണ് ഉത്തരമായിട്ട് വരുന്നത്. സി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. ബഞ്ചിനകത്ത് വരുന്ന വാക്കുകൾ ബഞ്ച് ഓഫ് കീസ്, ബഞ്ച് ഓഫ് ബനാന, ഗ്രേപ്സ്, പിന്നെ അതേപോലെ തന്നെ ഫ്ലവേഴ്സ്. ഫ്ലോക്കിനകത്താണെങ്കിലാ ബേർഡ്, അതുപോലെ ടൂറിസ്റ്റ്, പിന്നെ അതുപോലെ എന്ത് ചെയ്യുന്നു ബേർഡ്സ്, ഷീപ്പ്, ബേർഡ്, ഷീപ്പ്, ടൂറിസ്റ്റ് വരുന്നു. ഗ്രൂപ്പ് ഓഫിനകത്ത് ഡാൻസേഴ്സ്, സിംഗേഴ്സ്, ഐലൻഡ് പിന്നെ അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള വാക്കുകൾ പീപ്പിൾ, ഇത്തരത്തിലുള്ള വാക്കുകൾ വരുന്നു. അടുത്ത് നോക്കിയോ. യു മസ്റ്റ് ഗെറ്റ് സം മോർ ക്വസ്റ്റ്യൻസ് ഡാഷ് യു കാണ്ട് കംപ്ലീറ്റ് യുവർ പ്രൊജക്റ്റ്. നോക്കിയോ, അവിടെ തന്നിരിക്കുന്നതിൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. അവിടെ നമുക്ക് കറക്റ്റായിട്ടുള്ള കൺജങ്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യം വരുന്നു. കറക്റ്റായിട്ടുള്ള കൺജങ്ഷൻ അതർവൈസ് ആണ്. അതർവൈസ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഉത്തരം ശരി, ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് തന്നിരിക്കുന്നത്. ഇഫ് ഐ ഹാഡ് നോൺ ദാറ്റ് യു വെയർ കമ്മിങ്. ഇഫ് ഐ ഹാഡ് നോൺ ദാറ്റ് യു വെയർ കമ്മിങ്. അപ്പോൾ ഹാഡ് പ്ലസ് V3 വരുന്ന സെൻറ്റൻസുകളിൽ മറുഭാഗത്ത് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹൗ പ്ലസ് V3 വന്നിരിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള പാറ്റേണിൽ വരുന്ന ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്.